നമസ്കാരം. പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 പുഷ്പങ്ങളാണ്. അതിൽ ആദ്യത്തെ പുഷ്പം ചെമ്പരത്തിയും രണ്ടാമത്തെ പുഷ്പം മുല്ലപ്പൂവുമാകുന്നു. ഈ 2 പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച്, ആ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പുഷ്പമായ ചെമ്പരത്തിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏതൊരു കാര്യത്തിനും അല്പം സമയം നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പെട്ടെന്നുള്ള ശ്രമങ്ങൾ, പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടികൾക്ക് കാരണമായി തീരും. അതിനാൽ മനസ്സിൽ വിചാരിച്ച ആ കാര്യവുമായി ബന്ധപ്പെട്ട് അല്പം കൂടി സമയം നൽകിക്കൊണ്ട് ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിക്കുക തന്നെ ചെയ്യും. അത്തരം ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് എതിരായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളാണ് കൂടുതലായും സംഭവിക്കുക. ഇപ്പോഴത്തെ തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നവരാകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അതിന് വ്യക്തമായി തന്നെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പഴയതുപോലെ തന്നെ തിരിച്ചു വരുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങളോടെ പുതിയതായി ജീവിതം ആരംഭിക്കുവാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാൻ സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാകുന്നു. ഇഷ്ടദേവതയെ നന്നായി പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഏത് കാര്യത്തിനും ഇപ്പോൾ ഇറങ്ങിയാൽ അല്പം കൂടി തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ സമയം നൽകി നിങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുക. ആഗ്രഹം നടക്കാതെ ഇരിക്കുന്നതിനാലും നിരാശ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് പെട്ടെന്ന് എടുത്തുചാടിയുള്ള തീരുമാനങ്ങളാലാകാം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം. അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ഒരു വ്യക്തിയിൽ നിന്നോ ചതി അല്ലെങ്കിൽ ചില തിരിച്ചടികൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുകയോ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. സമയം ചെല്ലും തോറും കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ, പ്രകടമായ വ്യത്യാസങ്ങൾ തന്നെ കടന്ന് വരുന്നതാകുന്നു. മറ്റുള്ളവരുടെ കുറിച്ച് അഥവാ മറ്റുള്ളവരുടെ സ്വഭാവത്തെ കുറിച്ച് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. തീരുമാനങ്ങൾ ശരിയായി എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ചിന്തിച്ച് എടുക്കണം എന്ന് മാത്രം. വലിയ മാറ്റങ്ങൾ തന്നെ ഉടനെ ആഗ്രഹിക്കുന്നു എങ്കിൽ ഉടനെ തന്നെ സംഭവിക്കില്ല എങ്കിലും ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾക്കും കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. അറിയിക്കുന്നതിൽ കൂടുതൽ പരിഗണന നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ഇപ്പോഴുള്ള തടസ്സങ്ങളിൽ നിരാശപ്പെടാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും ഇടപെടുകയും അത് മറ്റുള്ളവർക്ക് ആശ്വാസം വന്നു ചേരുന്നതിന് കാരണമായി തീരും. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്.
കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ പുതിയ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരെ വിശ്വസിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസം നിങ്ങളിൽ ക്രമേണ വർദ്ധിക്കുന്നതാകുന്നു. മുന്നോട്ടിറങ്ങുകയാണ് എങ്കിൽ മുന്നോട്ട് തന്നെ പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. എന്നാൽ അല്പം കൂടി ശ്രദ്ധയോടെ അത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ പുഷ്പമായ മുല്ലയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ വിഷമങ്ങൾ, പ്രത്യേകിച്ചും ആഗ്രഹങ്ങൾ നടക്കാത്തതിനാലോ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സ് മാറ്റുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ ആഗ്രഹങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിൽ അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങളായി മാറുകയും ചെയ്യും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അതിനാൽ തന്നെ മനസ്സിൽ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന ചിന്ത, എന്ന വിഷമം നിങ്ങൾക്ക് മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൽസന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ യാത്രകൾ വിദേശ യാത്രകളോ മറ്റ് യാത്രകളോ ആകാം. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഏത് കാര്യം ചെയ്താലും ആ കാര്യത്തിന്റെ ഗുണഫലം, ഗുണാനുഭവം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ചേരാവുന്നതാണ്. പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യവും ഇപ്പോൾ ചെയ്യാതിരിക്കുക എന്നതാണ് ഉത്തമം. ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങൾക്കും കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഏത് കാര്യവും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു മാറ്റത്തിന് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ നീങ്ങണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ കടന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്കിൽ അത് വലിയ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകുന്നതിന് കാരണമായി തീരാം. അതിനാൽ ഇപ്പോൾ ഏത് കാര്യം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അതേക്കുറിച്ച് അല്പം കൂടി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. കൃത്യമായ ഉപദേശം തന്നെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാകുന്നു. അല്ലെങ്കിൽ അവർ നൽകുന്നതായ ഉപദേശങ്ങൾ അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. അതിനാൽ അത്തരത്തിലുള്ള ഉപദേശങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. സ്വന്തമായി ഏത് കാര്യവും വിശകലനം ചെയ്യുന്നതാണ് ഉത്തമം. ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായി ഏത് കാര്യവും വിശകലനം ചെയ്യുന്നതാണ് ഉത്തമം. അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വേണം. കൃത്യമായ ഉപദേശം തന്നെ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്തതിനാൽ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ സ്വന്തമായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതിനോ പരിഹരിക്കുന്നതിനോ അത് സഹായകരമായി തീരുവാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ സംസാരം അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അത് ഏത് കാര്യത്തിലും വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് സഹായകരമായി തീരും. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി വന്നു ചേരും. ഭാവിയെക്കുറിച്ച് അധികം ടെൻഷൻ വേണ്ട എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് നിങ്ങൾക്ക് പല തരത്തിലുള്ള നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾക്കോ കാരണമായി തീരാം. അതിനാൽ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ടെൻഷനുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഈശ്വരാധീനമുള്ളവരാണ് നിങ്ങൾ. അത് നിലനിർത്തി മുന്നോട്ട് പോവുക.
കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.